നൗഷേരയിൽ നിന്നും രജൗരി ലക്ഷ്യമാക്കിയാണ് അടുത്ത യാത്ര. അവിടെ പ്രധാനമായും CMI മിഷന്റെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. താവി നദിയുടെ സൈഡിലൂടെയാണ് യാത്ര. പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. കുറച്ചധിക സമയം യാത്ര ചെയ്ത് ഞങ്ങൾ രജൗരി ടൗണിലെത്തി. ചെറിയൊരു കുന്നിൻ മുകളിലായി രജൗരി മുഴുവൻ കാണാവുന്ന രീതിയിൽ തലയുയർത്തി നിൽക്കുകയാണ് ക്രൈസ്റ്റ് സ്കൂൾ. CMI മിഷന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഈ സ്കൂൾ ഇവിടുത്തെ കുട്ടികളുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ നാടിന്റെ വികസനത്തിന് ക്രൈസ്റ്റ് സ്കൂൾ നൽകിയ സംഭാവന ചെറുതല്ല. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകി കുട്ടികളെ സമൂഹത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ CMI പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതിനുവേണ്ടി കുട്ടികളെ ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുന്നു. ഫാദർ മാർട്ടിൻ വലിയമനക്കൽ CMI ആണ് രജൗരി സ്കൂളിനെ ഇപ്പോൾ നയിക്കുന്നത്. എൻ്റെ പേര് ഫാദർ മാർട്ടിൻ വലിയമനക്കൽ CMI. ഞാൻ CMI സഭയുടെ കോഴിക്കോട് പ്രവിശ്യയിലെ ഒരംഗമാണ്. ഞാനിവിടെ 7 വർഷമായിട്ട് ഈ മിഷനിൽ, ക്രിസ്തുരാജ മിഷനിൽ ജോലി ചെയ്യുന്നു. ഇത് രജൗരി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മളെ ജമ്മു കാശ്മീർ ഡയസിസ് CMI സഭയെ പൂഞ്ച്, രജൗരി 2 ഡിസ്ട്രിക്റ്റുകളാണ് നമ്മളുടെ സേവനത്തിനായിട്ട് അവർ വിളിച്ചത്. അങ്ങനെ നമ്മൾ പൂഞ്ചിൽ നമ്മുടെ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിനുശേഷം രജൗരി ഡിസ്ട്രിക്റ്റിൽ നൗഷേര, ലംബേഡി എന്നീ 2 സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ്ക്വാർട്ടറായ രജൗരിയിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ദീർഘകാലമായി നമ്മുടെ അച്ഛന്മാർ സ്ഥലം അന്വേഷിച്ചു. അങ്ങനെ 2010 മുറാദ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്
രജൗരി ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയിട്ട് മുറാദ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മുടെ അച്ഛന്മാരൊരു സ്ഥലം കണ്ടുപിടിക്കുകയും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തു. ഇത് തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഇത് വെറുമൊരു ഉപേക്ഷിക്കപ്പെട്ടിരുന്നൊരു സ്ഥലമായിരുന്നു. റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറിയിട്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കിടന്ന ഒരു ബാരൻ ലാൻഡ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇങ്ങോട്ട് റോഡോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു കുന്നും കല്ലൊക്കെ പിടിച്ചു കിടക്കുന്നൊരു സ്ഥലം. അങ്ങനെയുള്ളൊരു സ്ഥലം നമ്മുടെ അച്ഛന്മാർ കണ്ടു. അതിനുശേഷം അവരുടെ ദീർഘകാലത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് ഇവിടെ ഒരു സ്കൂള് എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് വരുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ നഴ്സറി ക്ലാസ്സും LKG ക്ലാസ്സും 1ാം ക്ലാസ്സൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ക്രിസ്ത്യൻസോ നമ്മളെ അറിയുന്നതോ ആയ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൈദികരെന്നോ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻസോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്, എന്താണ് തുടങ്ങാൻ വന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം അവർ തുടക്കത്തിൽ മുതലേ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശക്തമായ എതിർപ്പുകൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിരുന്നു. അതിനെയൊക്കെ വളരെയധികം സഹനത്തോടും ക്ഷമയോടും കൂടി നമ്മുടെ അച്ഛന്മാർ നേരിടുകയാണ് ചെയ്തത്. അതിനുശേഷം മെല്ലെ മെല്ലെ ഇവിടെ സ്കൂൾ തുടങ്ങി. സ്കൂളിൻ്റെ പേര് തന്നെ ക്രൈസ്റ്റ് സ്കൂൾ എന്ന് പേരിട്ടു. പിന്നെ നമ്മളുടെ ഡ്രസ്സ്, നമ്മളുടെ രീതികൾ, പിന്നെ നമ്മുടെ കൂടെയുള്ള CMC സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ അവർ സംശയത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് അവർ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുത്തെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഫാദർ മാണി ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, ഇവിടുത്തെ ഒരു പണ്ഡിറ്റ്, ഒരു ഹിന്ദു പണ്ഡിറ്റ് അദ്ദേഹത്തിൻ്റെ കൊച്ചിനെ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തതിൻ്റെ ലക്ഷ്യം തന്നെ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എന്ത് തരമുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നത്, ഇവിടെ ഇവർ കൺവേർഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊന്ന് അറിയുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കം തൊട്ടേ നമ്മുടെ അച്ഛന്മാരായിരുന്ന ഫാദർ ഐസക് കൊങ്ങമ്പുഴ ആദ്യത്തെ പ്രിൻസിപ്പൾ, പിന്നീട് ഫാദർ മാണി ദീർഘകാലം 7 വർഷത്തോളം ഇവിടെ പ്രിൻസിപ്പളായിരുന്ന ഫാദർ മാണി, പിന്നീട് ഫാദർ പീറ്റർ, ഇവരെല്ലാവരും ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ പടുത്തുയർത്തിയത്. ഇത് നമ്മൾ തുടക്കത്തിൽ ഈ വർഷം വരെ ജമ്മു കാശ്മീർ എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളായിരുന്നു. 2021 ഈ സ്കൂള് നമ്മൾ CBSE സിലബസിലേക്ക് മാറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ക്രിസ്ത്യൻ പോലും ഇല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ നമ്മളുടെ മിഷൻ എന്താണ് ഇവിടെ? നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികളെ ഉണ്ടാക്കുക എന്നതിനെക്കാട്ടിലുപരിയായിട്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അറിവും വിവേകവും അതുപോലെ തന്നെ മൂല്യബോധവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ട് എന്നെനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ജനങ്ങളുടെ അറിവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കൊന്നും നമുക്ക് ഇപ്പോൾ കടക്കാനുള്ള ഒരു സാഹചര്യമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളുടെ ക്രൈസ്തവ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, കുട്ടികളെ നല്ല സ്വഭാവമുള്ള, നല്ല അറിവുള്ള, കാര്യപ്രാപ്തിയുള്ള നല്ല ഒരു യുവത്വമായിട്ട് വാർത്തെടുക്കുക, നല്ലൊരു മനുഷ്യനായിട്ട് വാർത്തെടുക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ അക്കാഡമിക് നോളജ് കൊടുക്കുന്ന അതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ കാത്തുപോരേണ്ട അല്ലെങ്കിൽ കാത്തുപരിപാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചുള്ള നല്ല അറിവും ബോധ്യവും കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളത് നമ്മളിവിടെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ എങ്ങനെ കാണണം,
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും കാലം നമ്മളെ സംശയത്തിൻ്റെ നിഴലിൽ കണ്ടുകൊണ്ടിരുന്ന ഇവിടുത്തെ സമൂഹം ഇന്ന് നമ്മളോടൊത്ത് ഒരുപാടടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രജവരിയിൽ ഉള്ള എല്ലാ മനുഷ്യരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സ്കൂളായിട്ട് മാറിയിരിക്കുന്നു. കാരണം അവർ പറയുന്നത് നമ്മളുടെ ഈ സ്കൂളിലെ ഡിസിപ്ലിൻ, നമ്മളുടെ ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാകുന്ന ആ വളർച്ച, ഇത് അവരെ സംബന്ധിച്ച് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളെ തന്നെ തേടി വരുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പിന്നെ നമ്മളുടെ സ്കൂളിൻ്റെ പേര് തന്നെ ക്രൈസ്റ്റ് എന്നാണ്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ട് എന്താണ് ക്രൈസ്റ്റ്, ആരാണ് ക്രൈസ്റ്റ്. അപ്പോൾ അച്ഛന്മാരൊക്കെ പറഞ്ഞത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഇവർ വെറുതെ കുറേ പ്രാവശ്യം ക്രൈസ്റ്റ് 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 എന്ന് അവരുടെ വായിക്കൂടെ വരട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്നും ഇതാരാണെന്നും എന്താണെന്നും അറിയാനുള്ള ഒരു താല്പര്യമൊക്കെ അവരുടെ മനസ്സിൽ വരും. അത് നമ്മൾ കാലക്രമത്തിൽ മെല്ലെ മെല്ലെ അവരോടൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളോടൊക്കെ കൂടുതൽ താല്പര്യമായിക്കോളും, നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ ചെയ്തോളും. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത, വൈദികരെക്കുറിച്ചോ ക്രിസ്ത്യൻസിനെക്കുറിച്ചോ സിസ്റ്റേഴ്സിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഇവർക്കില്ല. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹിക ചുറ്റുപാടെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 10-20 വർഷം പുറകിലാണ്. അതുകൊണ്ട് അവരുടെ ചിന്തയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ആ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ ചെയ്യുന്നത് പുറം ലോകത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഈ രജൗരി എന്ന് പറയുന്ന ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിട്ട് പുറത്ത് എന്തുമാത്രം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ലോകം വളർന്നിട്ടുണ്ട്, സമൂഹം വളർന്നിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ഇവരെ കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ഒരു സമൂഹമായിട്ട് വളർന്നു വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷിലെ നല്ല പരിജ്ഞാനം നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു നേട്ടമായിട്ട് ഇവിടുത്തെ സമൂഹം കരുതുകയും അതിൻ്റെ വേണ്ട രീതിയിൽ നമ്മളോടൊക്കെ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തലശ്ശേരി സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ ജമ്മു മിഷനിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന CMC സിസ്റ്റേഴ്സിനെ ഞങ്ങളിവിടെ കാണാനിടയായി. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ വിശാലമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റർ നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് ആ സിസ്റ്ററിനെ പരിചയപ്പെടാം. സിസ്റ്ററിൻ്റെ പേരും ഒന്നും ഞങ്ങളോട് വിശദമായി പറയാമോ? എൻ്റെ പേര് സിസ്റ്റർ ലിസ മരിയ. ഞാൻ ജമ്മു മിഷനിലേക്ക് കടന്നു വന്നത് 1997 ജൂലൈ 21 തീയതിയാണ്. ഈ മിഷനിലേക്ക് കടന്നു വന്നത് തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ക്രൈസ്തവരായ മക്കളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തുന്നതിനും വേണ്ടിയാണ്. സിസ്റ്റർ, ഞങ്ങൾക്ക് അറിയേണ്ടത് 25 വർഷം മുമ്പ് സിസ്റ്റർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈ മിഷൻ ആരംഭിച്ചത്? എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദമായി പറയാമോ? ഞങ്ങൾ ഈ മിഷനിലേക്ക് കടന്നു വന്നത് തന്നെ കോഴിക്കോട് പ്രൊവിൻസ് CMA ഫാദേഴ്സ് ഞങ്ങളെ വിളിച്ചതുകൊണ്ടാണ്. ഞങ്ങൾ ഈ മിഷനിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇത് ഇന്ത്യയുടെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഈ സ്റ്റേറ്റിൽ ഞങ്ങൾ വരുമ്പോൾ വേണ്ടത്ര യാത്രാ സൗകര്യമോ ജീവിത സൗകര്യങ്ങളോ വാർത്താമനീയ സാധ്യതകളോ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യാനുസരണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കടന്നു വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നല്ല പുരോഗമനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടായത്. 25 വർഷം മുമ്പ് ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നോ? അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? അതൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ക്രിസ്ത്യൻ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടത്ര ആത്മീയവും വിശ്വാസവുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തന്നെ വേണ്ടത്ര സിസ്റ്റേഴ്സോ ഫാദേഴ്സോ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവർക്ക് കിട്ടിയ ആ വിശ്വാസം, അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ആരോ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വഴി കൊടുത്തതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഞങ്ങളിവിടെ എത്തിയതോടെ തന്നെ ഞങ്ങൾ സ്കൂൾ ക്ലാസ്സിന് ശേഷം ഞങ്ങൾ
ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ കയറി ഇറങ്ങി അവർക്ക് ദൈവവിശ്വാസത്തെപ്പറ്റിയും വേദപാഠ ക്ലാസ്സുകളൊക്കെ നൽകി വിശ്വാസവും ദൈവസ്നേഹവും എന്താണെന്നും ദൈവം ആരാണെന്നും ദൈവമാണ് ഏകരക്ഷകനുമെന്നുള്ള ബോധ്യവും വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള തീക്ഷ്ണതയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ വഴിയായിട്ട് അവർക്ക് ലഭിക്കുവാൻ ഇടയായി. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചാണ് നിങ്ങൾ ആ കാലങ്ങളിലൊക്കെ മിഷൻ പ്രവർത്തനം നടത്തിയിരുന്നത്. ആ സമയങ്ങളിലൊക്കെ ദൈവം ഇടപെട്ട അല്ലെങ്കിൽ ദൈവം തൊട്ട ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഓർക്കുന്നത് 2015 ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സംഭവമാണ്. 2015 സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ തുടർച്ചയായി മഴ പെയ്യുവാൻ ആരംഭിച്ചു. ഞങ്ങളുടെ സ്കൂളും കോൺവെൻറ്റുമൊക്കെ ഒരു പുഴയുടെ തീരത്താണ്. തുടർച്ചയായി മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങൾ പുഴയിലെ വെള്ളം കാണാൻ ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ വെള്ളം കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം കണ്ട കാഴ്ച പുഴത്തീരത്തുള്ള എല്ലാ വീടുകളും വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന അനുഭവമാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ പിറ്റേത്തെ ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി ഏത് നിമിഷവും ഞങ്ങളുടെ സ്കൂളും കോൺവെൻറ്റും വെള്ളത്തിനടിയിൽ ആകുവാൻ സാധ്യതയുണ്ട് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലെയും കോൺവെൻറ്റിലെയുമുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥനയും തുടർന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ മാത്യു ആകട്ടെ ആ സമയത്ത് ചാപ്പലിലേക്ക് കടന്നു ചെന്ന് സക്രാരിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോയെ നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല എന്ന്. എന്നാൽ ഫാദർ സുജിത്തത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വെഞ്ചരിച്ച എണ്ണ എടുത്തുകൊണ്ട് അച്ഛൻ സ്കൂളിൻ്റെയും കോൺവെൻറ്റിൻ്റെയും എല്ലാം 4 മൂലകളിലും കുരിശ് വരച്ച് ലേപനം ചെയ്തു. അങ്ങനെ ഞങ്ങൾ മഠം പൂട്ടി മഠത്തിൽ നിന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ ഈ മഠത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ സ്കൂൾ കാണുകയില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ മഠം പൂട്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് മഠത്തിൽ ചാവറയച്ചൻ്റെയും യൗപ്രാസ്യാമ്മയുടെയും രൂപങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഇത് എന്ത് ചെയ്യണം, എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള യാതൊരു തീരുമാനവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് പെട്ടെന്നൊരാശയം മനസ്സിലുദിച്ചു. കേട്ടതും കഥകൾ വായിച്ചതുമായ അനുഭവമായിരിക്കാം അത്. കേരളത്തിലെ മാഹിയിലെ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ കഥ. അമ്മ ത്രേസ്യ പുണ്യവതിയുടെ രൂപം സ്പെയിനിൽ നിന്ന് കടലിലൂടെ ഒഴുകി വന്ന് മാഹിയിൽ അടിഞ്ഞതാണെന്നും ആ രൂപം അവിടെ സ്ഥാപിച്ചതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം വിശുദ്ധ അമ്മ ത്രേസ്യ വഴി ഒത്തിരിയേറെ അനുഭവങ്ങളും നന്മകളും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു. ചാവറയച്ചൻ്റെ രൂപം എടുത്തുകൊണ്ട് ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചാവറയച്ച അങ്ങ് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനാണ്. ഞങ്ങൾക്ക് ഈ രൂപം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നും എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാൽ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ രൂപം ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഈ മഠം ഇടിഞ്ഞ് വെള്ളത്തിൽ ഒഴുകിപ്പോകും. ആ വെള്ളത്തിലൂടെ ചാവറയച്ചനും ഒഴുകിപ്പോകും. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ചാവറയച്ചൻ കടൽ തീരത്ത് അടിയും. അവിടെ ചെന്ന് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവിടെയുള്ള മക്കളെ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ എന്ന് ചാവറയച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ രൂപം ഞങ്ങളുടെ മഠത്തിൻ്റെ മെയിൽ ഹാളിൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ മഠം പൂട്ടി ഞങ്ങൾ യാത്രയായി. അങ്ങനെ ഞങ്ങളുടെ മഠം വെള്ളത്തിൽ ഇടിഞ്ഞു വീഴുന്നതും സ്കൂൾ ഇടിഞ്ഞു വീഴുന്നതും നോക്കിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചാപ്പലിലിരുന്ന് നിത്യാരാധനയും ആരംഭിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു, ഞങ്ങളുടെ സൈഡിലൂടെ കോൺവെൻറ്റിൻ്റെ സൈഡിലൂടെ സ്കൂളിൻ്റെ സൈഡിലൂടെ വരേണ്ട വെള്ളം വേറൊരു വഴിക്ക് മാറിപ്പോയെന്ന്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. അത് സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാരും മാലാഖമാരും ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി വെള്ളം പോകുവാൻ വേണ്ടി മറ്റൊരു വഴി ഒരുക്കിയതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവം മിഷൻ സ്റ്റേഷനിലായാലും എവിടെയായാലും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പമുണ്ട്. ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആത്മാക്കളെ നേടാൻ കർത്താവ് ഇനിയും അവസരങ്ങൾ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രജൗരിയിൽ നിന്നും പൂഞ്ചിലേക്കുള്ള യാത്രയാണ്. പൂഞ്ച് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ടെററിസ്റ്റുകൾ വന്ന് പ്രശ്നം സൃഷ്ടിക്കുന്നത് പൂഞ്ചിലാണ്. പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലം, മിലിറ്ററി പെട്രോളിംഗ് ഒക്കെ ശക്തമായ സ്ഥലം. മിലിറ്ററിയുടെ മൈൻ ഡിറ്റക്ടർ വണ്ടിയാണ് നമ്മുടെ മുൻപിൽ പോകുന്നത്. മിലിറ്ററിയുടെ ROP
റോഡ് ഓപ്പണിംഗ് പാർട്ടിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. റോഡുകളിലും മറ്റും മൈനൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഈ വണ്ടി പോയി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് റോഡ് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ പ്രശ്നങ്ങൾ കുറവായതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ ഇളവുണ്ട്. ഞങ്ങൾ വരുന്നതിന് തൊട്ടുമുൻപ് സംഭവിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. വളവുകളും തിരിവുകളും നിറഞ്ഞ കാശ്മീർ യാത്രയിൽ ഇതുപോലുള്ള അപകടങ്ങൾ പതിവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈയൊരു അപകടത്തിൽ 4 പേർ മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 3 അതിരുകളും പാകിസ്ഥാനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് പൂഞ്ച്. നാല് ലക്ഷത്തോളം വരുന്ന പൂഞ്ച് ജനതയ്ക്ക് പാകിസ്ഥാന്റെ അറ്റാക്ക് ഉണ്ടായാൽ രക്ഷപ്പെടാൻ നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി മാത്രമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇന്ത്യൻ ആർമി പൂഞ്ചിലെ ജനങ്ങൾക്ക് രക്ഷാകവചമൊരുക്കി 24 മണിക്കൂറും കാവൽ നിൽക്കുന്നു. ഞങ്ങൾ പൂഞ്ചിലെത്തുമ്പോൾ സന്ധ്യയായിരുന്നു. പൂഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ഷെർ-ഇ-കാശ്മീർ ബ്രിഡ്ജിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. देखा है कभी कश्मीर तू, देखा है कभी कश्मीर